ഇന്ന് സഭാമാതാവ് നമ്മുടെ ധ്യാനത്തിനായി തന്നിരിക്കുന്ന വിഷയം നമ്മുടെ ഹൃദയം എന്തിനെയാണ് അന്വേഷിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ചിന്തകളിലും നമ്മുടെ വിചാരങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങളിലും തീരുമാനങ്ങളിലുമൊക്കെ എന്തിനാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്? സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയമാണ്. അഗസ്റ്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, അങ്ങിൽ വിശ്രമിക്കുന്നത് വരെ എൻ്റെ ഹൃദയം അശാന്തമായിരിക്കും. ദൈവത്തിൽ വിശ്രമിക്കുന്നത് വരെ എൻ്റെ ഹൃദയം കർത്താവേ അശാന്തമായിരിക്കും. പണമോ പ്രശസ്തിയോ ബന്ധങ്ങളോ നേട്ടങ്ങളോ ഇതിനൊന്നും നമ്മുടെ ഉള്ളിലുള്ള ദാഹത്തെ ശമിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് സെൻറ്റ് അഗസ്റ്റിൻ വിശ്വസിച്ചതും നമുക്ക് പറഞ്ഞു തരുന്നതും. ഇന്നത്തെ ആദ്യ വായനയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്രായേൽ ജനം അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ മറന്ന് ബാൽ ദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി, അന്യദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി. അവർക്ക് ദൈവത്തെ ഉപേക്ഷിക്കുവാനും ദൈവത്തെ സ്വീകരിക്കുവാനും കഴിയുന്നില്ലായിരുന്നു. രണ്ട് ദൈവങ്ങളെ ഒരുമിച്ച് ആരാധിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഏലിയ പ്രവാചകൻ അവരോട് വന്ന് ചോദിച്ച ചോദ്യമാണ് ആദ്യത്തെ വായനയിൽ നമ്മൾ കേട്ടത്. നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ രണ്ടു വള്ളത്തിൽ കാലുകുത്തി നിൽക്കും? കർത്താവാണ് ദൈവമെങ്കിൽ നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുക, ബാൽ ആണ് ദൈവമെങ്കിൽ നിങ്ങൾ ബാലിനെ അനുഗമിക്കുക. ഈ ചോദ്യം നമുക്കും വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നമ്മളോട് തന്നെയാണ് ഏലിയ പ്രവാചകൻ ചോദിക്കുന്നത്. എത്ര നാൾ നിങ്ങളിങ്ങനെ രണ്ടു വള്ളത്തിൽ കാലുകുത്തി ജീവിക്കും? ദൈവമാണ്, കർത്താവാണ് ദൈവമെങ്കിൽ കർത്താവിനെ അനുഗമിക്കുക. നമ്മളെല്ലാവരും ദൈവവിശ്വാസമുള്ളവരാണ്. എല്ലാ ദിവസവും തന്നെ ബലിയർപ്പിക്കുന്നവരാണ്, കൂദാശകളൊക്കെ സ്വീകരിക്കുന്നവരാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടല്ല നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ, വിവാഹാഘോഷങ്ങൾ, നമ്മുടെ വീട്ടിലെടുക്കുന്ന നമ്മൾ തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതശൈലി, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, ഇത് പലപ്പോഴും ഈ ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത്. എലിയ പ്രവാചകൻ പറയുന്നത്, കർത്താവാണ് ദൈവമെങ്കിൽ കർത്താവിൻ്റെ മാനദണ്ഡം അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ. സുവിശേഷത്തിൽ ഈശോ അതുതന്നെയാണ് പഠിപ്പിക്കുക. ഞാൻ വന്നിരിക്കുന്നത് നിയമങ്ങളെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാൻ വേണ്ടിയല്ല, അത് നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ ജീവിതത്തിലൂടെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെല്ലാം ഈശോ ജീവിച്ച് കാണിച്ചു തന്നു. അപ്പോൾ നമ്മളുടെ വിശ്വാസം വെറും ഒരു വികാരമായിട്ട് മാത്രം കാണരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും ഉപയോഗിക്കുന്ന ഒരു വികാരമായിട്ട് മാത്രം വിശ്വാസത്തെ കാണരുത്. വിശ്വാസത്തിൻ്റെ ജീവിത രൂപങ്ങൾ നമ്മൾ കാണണം. ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസം അവൻ്റെ ജീവിത ശൈലിയിൽ, ജീവിത രൂപങ്ങളിൽ പ്രകടമാക്കണം. എന്തൊക്കെയാണ്? സ്നേഹിക്കുക, പരസ്പരം ക്ഷമിക്കുക, പരസ്പരം കരുണ കാണിക്കുക, സത്യസന്ധമായിട്ട് ജീവിക്കുക, വേദനിക്കുന്നവർക്ക്, ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുക, പ്രയാസപ്പെട്ടിരിക്കുന്നവരെ സന്ദർശിക്കുക. ഇതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ ആൾ രൂപങ്ങൾ, വിശ്വാസത്തിൻ്റെ ജീവിത രൂപങ്ങൾ. ഇത് നമ്മൾ പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ വിശ്വാസം
നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസം ജീവിക്കേണ്ടതാണ്, ഉള്ളിലെ വികാരമായിട്ട് മാത്രം സൂക്ഷിക്കേണ്ടതല്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാർമൽ മലയിൽ എലിയാ പ്രവാചകൻ ബലിപീഠത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അഗ്നി അവിടെ കൊണ്ടുവന്നു. നമ്മളും നമ്മുടെ ഹൃദയമാകുന്ന ബലിപീഠത്തിലേക്ക് ദൈവത്തിൻ്റെ അഗ്നി കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ് ദിവ്യബലിയുടെ നിമിഷങ്ങൾ. നമുക്കെല്ലാവർക്കും ആ ദൈവത്തിൻ്റെ അഗ്നി കടന്നു വരുന്ന ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മളുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളുടെ പരിശ്രമങ്ങളെല്ലാം കാണുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാം. അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്നും അഗ്നി അയച്ച് നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും നമ്മൾ ഓരോരുത്തരോടും വിശ്വസ്തയോടെ വിശ്വാസം ജീവിതമാക്കി മാറ്റി ജീവിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുകയും വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ഈ ബലി അർപ്പിക്കുമ്പോൾ നമുക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹം, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, അതിൻ്റെ മധ്യത്തിൽ കർത്താവായ യേശുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം.